ഹലോ, വെൽക്കം ടു വാമീസ് മാം യൂട്യൂബ് ചാനൽ. എന്തായാലും റിയാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നതാണ്. റിയാസിന് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്, ഭയങ്കര സങ്കടമായിട്ടുണ്ട്, ഭയങ്കര നാണം കെട്ടൊരു ഇറങ്ങിപ്പോക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും അവൻ ഇപ്പം 3ാമത്തെ പ്രാവശ്യം ബിഗ് ബോസിൽ വരുന്നത്, പക്ഷേ ഇത്രയും ആരും അവനെ ഹേർട്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവനത് ലാസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ എന്ന് പറഞ്ഞിട്ട് അവൻ അയ്യ ടാസ്ക് അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ആ പാട്ടെല്ലാം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പാടിയിട്ടാണ് അവനെ യാത്ര അയക്കുന്നത്. ഷാനവാസ് ടാസ്ക് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അവന് പേഴ്സണലായിട്ടുള്ള ഒരു ദേഷ്യം ഒന്നും ഷാനവാസിൻ്റെ മുഖത്ത് കാണിച്ചിട്ടില്ല. റിയാസും നേരിട്ട് കാണിച്ചിട്ടില്ല. പക്ഷേ റിയാസ് എല്ലാവർക്കും ഹഗ് കൊടുത്തു. പക്ഷേ ലക്ഷ്മിക്കും ഷാനവാസിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൊടുത്തു. അതെന്തായാലും മോശമായിപ്പോയിട്ടുണ്ട്. ഷാനവാസ് എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല. അത് ചെയ്തത് എന്തായാലും വളരെ മോശമായി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഹഗ് കൊടുക്കുമ്പോൾ ഷാനവാസിനെയും ലക്ഷ്മിനെയും മാറ്റി നിർത്തിയത് എന്തായാലും മോശമായിപ്പോയി. ലക്ഷ്മിനോടൊന്ന് പുറത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിലും ഷാനവാസിനോടുള്ള ദേഷ്യം അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമല്ലേ. അപ്പം അത് ടാസ്കായിട്ട് എന്നെ കണ്ടിട്ട് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. കാരണം വളരെ മോശമായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം എല്ലാവരും അവനെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നതാണ്. ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ഫോട്ടോവിന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫിക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഷാനവാസ് നല്ല മര്യാദയായിട്ട് മാന്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഷാനവാസിനോടും ലക്ഷ്മിനോടും അകൽച്ച കാണിച്ചൊന്നും അവരെന്തായാലും അവിടെ തിരിച്ച് കാണിച്ചിട്ടില്ല. പോകുന്ന സമയത്ത് കാണിക്കുന്നത് അത്ര ചെറ്റത്തരാണ്. അങ്ങനെ റിയാസ് പോയി. അങ്ങനെ ഇനി അവരെ BB ഹോട്ടലിൽ നിന്നുള്ള ടാസ്ക് എല്ലാം അവസാനിച്ചു. ഇനി അവർ പണ്ടത്തെ ഒരു പവറിലൂടെ തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിലും നല്ലൊരു ടാസ്ക് എല്ലാം കൊടുത്തിട്ട് എല്ലാവർക്കും ടാസ്ക് മനസ്സിലായിട്ട് അതിനനുസരിച്ച് കളിച്ച് വിജയിക്കാൻ പറ്റട്ടെ ഇവർക്ക്. കാരണം ഇവർക്ക് ഒരു ടാസ്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവരാരും ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഷാനവാസിൻ്റെ കാര്യമാണ്. ഷാനവാസാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത്രയേ ഉള്ളൂ. Bye.